ഇന്നലെ നമ്മുടെ അപ്പാനി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ആദിലയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ അപ്പാനിക്ക് ആദിലയും ന്യൂറയൊക്കെ ശരിക്കും ഒരു സിസ്റ്ററെ പോലെ ആയിരുന്നു. അവർ തമ്മിൽ പെട്ടെന്ന് ഒരു കാരണത്താൽ അങ്ങ് തെറ്റിപ്പോയി. അതിനുശേഷം ഇന്നലെ വഴക്കിൽ അപ്പാനി പച്ചയ്ക്ക് എന്തോ തെറി വിളിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ ആദിലയെ. പക്ഷേ അത് എന്താണെന്നൊരു ബിപ്പ് സൗണ്ട് ആയതുകൊണ്ട് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല. അതൊന്ന് ആദില ഹലോ നമസ്കാരം. ഇന്നലെ നമ്മുടെ അപ്പാനി പൊട്ടിക്കരയുന്നതാട്ടോ കണ്ടത്. നമ്മുടെ ആദിലയുടെ അടുത്ത് പോയിരുന്നിട്ട് ആദിലയോട് സംസാരിക്കുന്നുണ്ട്. ഈ അപ്പാനിക്ക് ആദിലയും നോറയും ശരിക്കും ഒരു സിസ്റ്ററെ പോലെ ആയിരുന്നേ. പിന്നീട് അവർ തമ്മിൽ എന്തോ ഒരു വഴക്കിൽ അങ്ങ് തെറ്റിപ്പോയി. അതിനുശേഷം ഇന്നലെ നടന്ന വഴക്കിൽ അപ്പാനി നമ്മുടെ ആദിലയെ എന്തോ പച്ചയ്ക്ക് ഒരു തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ബിഗ് ബോസിനകത്ത് ലൈവിൽ അത് ബീപ്പ് സൗണ്ട് ആക്കിയതും കൊണ്ട് ആർക്കും അറിഞ്ഞിട്ടില്ല. എന്തായാലും അതോടെ ആ അപ്പാനിയോട് ആദിലയ്ക്ക് വല്ലാത്തൊരു വെറുപ്പായിപ്പോയേ. അത്രയും ഇഷ്ടമുണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് തെറിവിളി കേട്ട സമയത്ത് ആദിലയ്ക്ക് അതങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ പിന്നെ വഴക്കൊക്കെ നടന്നിരുന്നു. പനി ഇന്നലെ ആദിലയെ വിളിച്ച് മാറ്റിയിരുത്തി പൊട്ടിക്കരയുന്നുണ്ട്. ഭയങ്കരമായിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇമോഷണലായിട്ട് വളരെ ഡൗൺ ആയിരുന്നു നമ്മുടെ അപ്പാനി. വേണമെങ്കിൽ ഇത് അപ്പാനിയുടെ ഗെയിമാണെന്നൊക്കെ പറയാം. അതേപോലെ നല്ല അഭിനയമാണെന്നൊക്കെ പറയാം. കാരണം അപ്പാനി നല്ലൊരു ആക്ടറാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോമിനേഷനിലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഭയന്നിട്ടാണ് എന്ന് കരുതാം. മൂന്നാമത്തെ സാധ്യത എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ തന്നെ ആത്മാർത്ഥത തോന്നിയിട്ടൊരു കുറ്റബോധം കൊണ്ട് സങ്കടം പറഞ്ഞ് കരഞ്ഞതാണോ എന്നൊക്കെ തോന്നാം. ചിലപ്പോഴീ അപ്പാനി ഈ പുറമേ കാണുന്ന പോലെയൊന്നും ആയിരിക്കത്തില്ല. ഉള്ളുവെറും ചിലപ്പോൾ പാവമായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ.